തിരുവനന്തപുരം നെടുമങ്ങാട് അമ്മയുടെ പങ്കാളിയുടെ കൊടും ക്രൂരതയ്ക്കിരയായി 1.5 വയസ്സുകാരൻ കൊല്ലപ്പെട്ടതിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്ത്. അർഷിദിന്റെ ശരീരത്തിലുണ്ടായിരുന്നത് 51 മുറിവുകളാണ്. പ്രതി അഷ്കറിനെതിരെ തെളിവെടുപ്പിനിടെ ജനരോഷം അണപൊട്ടി. അഷ്കർ കൊടും ക്രിമിനലെന്ന് ആദ്യ ഭാര്യ ആമിനയുടെ കുടുംബം വെളിവാക്കി. അഷ്കറിന്റെ മർദ്ദനമേറ്റ് ആമിന കോമയിൽ കിടന്നത് 13 മാസമാണ്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ആരോപണമുണ്ട്. നാട്ടുകാർക്ക് രോഷമടക്കാനായില്ല. തെളിവെടുപ്പിനെത്തിച്ച അഷ്കറിന് നേരെ അവർ ആക്രോശിച്ചടുത്തു. ചിലർ തല്ലി. കാരണം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള അർഷിദ് കൊല്ലപ്പെട്ടത് കൊടും ക്രൂരതയ്ക്കിരയായാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. പവനൂരിലെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിൽ ആ കുരുന്നിനെ തല്ലാൻ ഉപയോഗിച്ച വടിയടക്കം കണ്ടെടുത്തു. നിഷ്ഠൂരതയുടെ തെളിവുകൾ. വികാരം കൊണ്ട കാര്യം 1.5 വയസ്സായ കൊച്ചിനെ വളരെ മൃഗീയമായി ഇൻക്വസ്റ്റിന് കൂടെ നിന്ന ആളാണ് ഞാൻ. അപ്പോൾ കുട്ടിയുടെ ശരീരത്തിലെ മുറിവ് വളരെ മാരകമായിട്ടുള്ള മുറിവാണ്. ഒരു 100% ആരോഗ്യമുള്ളൊരു മനുഷ്യന് ഒരുപക്ഷെ താങ്ങാൻ പറ്റാത്ത നിലയിലുള്ള മുറിവാണ് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലടക്കം. അമ്മ അഖിലയും ഇപ്പോഴത്തെ ജീവിത പങ്കാളി അഷ്കറും കാട്ടിയ ക്രൂരതയുടെ വടുക്കൾ ആ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അവന്റെ ശരീരത്തിലാകെ 51 മുറിപ്പാടുകൾ, 2 കൈയിലും എല്ലിനൊടിവ്, പൊള്ളലേറ്റ പാടുകൾ, ജനനേന്ദ്രിയത്തിൽ ക്ഷതം, സിഗരറ്റ് കൊണ്ട് കുത്തിയതിന്റെ മുറിവ്, ലൈറ്റർ കൊണ്ട് ശരീരം പൊള്ളിച്ചതിന്റെ വ്രണം. കുഞ്ഞിന്റെ പുറത്തുള്ള ഈ മാരകമായ മുറിവ് കംപ്ലീറ്റ് പൊള്ളലേറ്റ മുറിവുകളും ഒരുപാട് കാലിന് അടിച്ചെല്ലാം തൊലികളൊന്നുമില്ല. അത്രയ്ക്ക് മുറിവ് പറ്റിയിരിക്കുകയാണ്. 1.5 വയസ്സേ ആയിട്ടുള്ളൂ കൊച്ചിന്. ഭക്ഷണം കഴിക്കുന്നതിനിടെ ഛർദ്ദിച്ചുവെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ അഷ്കർ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നാലെ മരിച്ചു. ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്ന് തെളിഞ്ഞതോടെയാണ് അഷ്കറിനെയും അഖിലയെയും അറസ്റ്റ് ചെയ്തത്. പലവട്ടം മൊഴി മാറ്റി പറഞ്ഞെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ അഷ്കർ കുറ്റം സമ്മതിച്ചു. തല്ലുന്നതിന് സാക്ഷിയാണെന്ന് അഖിലയും മൊഴി നൽകി. അടിച്ച വടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിച്ച വടിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നോക്കുന്നേ ഉള്ളൂ. സിഗരറ്റ് ലാമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അഷ്കർ കൊടും ക്രിമിനലാണെന്ന് വെളിവാക്കി ആദ്യ ഭാര്യ ആമിനയുടെ ഉമ്മ. അഷ്കറിന്റെ കൊടിയ മർദ്ദനമേറ്റ് 13 മാസം കോമയിലായിരുന്നു ആമിന. ക്ലോസറ്റിലേക്ക് തല പിടിച്ചിടിച്ചതോടെയാണ് ആമിന കോമയിലായത്. ആമിനയെ കെട്ടിത്തൂക്കാൻ അഷ്കർ ശ്രമിച്ചു. കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലാനും നോക്കി. കൊച്ചിനെ വലിച്ചഴച്ച് മുറിയിൽ കൊണ്ടിട്ട് അടച്ച് ഒരുപാട് ക്രൂരതയായിരുന്നു. ബാത്റൂമിന്റെ ക്ലോസറ്റിൽ ബാക്കിലെ തല വെച്ച് ഇടിക്കുമായിരുന്നു. ചെവിക്കെല്ലാം നോക്കി ഇടിയും അടി വയറ്റിൽ ചവിട്ട്, ഇങ്ങനെ ഒരുപാട് മർദ്ദനമായിരുന്നു. പലതവണ അവർ കൊല്ലാൻ ശ്രമിച്ചു. കൊച്ചിന് വിഷം കൊടുത്ത് കിണറ്റിൽ എടുത്ത് തള്ളിയിട്ട് തൂക്കി കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ പല ഇത് എൻ്റെ കൊച്ചിനുണ്ടായിട്ടുണ്ട്. ഇക്കാര്യമെല്ലാം അറിയിച്ചിട്ടും നടപടിയെടുക്കാതെ പോലീസ് ക്രൂര നിസ്സംഗത പുലർത്തി. ഞങ്ങൾ പല പ്രാവശ്യം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത്, അപ്പോഴൊക്കെ പോലീസുകാർ ഇവന്റെ സൈഡാണ് നിൽക്കുന്നത്, ഇവൻ പറയുന്നതാണ് വിശ്വാസമെന്നും പറഞ്ഞ് അവർ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പല ആവർത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് വനിതാ കമ്മീഷനിൽ കൊടുത്തപ്പോൾ അവിടെ വിളിച്ചിട്ട് ഇവൻ വരൂല, വഞ്ചൂർ കോടതിയിൽ വിളിച്ചിട്ട് അവൻ വരൂല, അവൻ ഓരോരോ കഴിവൊഴിവുകൾ പറഞ്ഞ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുകയാണ് ചെയ്യണം. അഖിലയുടെ ആദ്യ ഭർത്താവായ അഖിൽ 2 വർഷം മുമ്പാണ് മരിച്ചത്. അപ്പോൾ അഖില 3 മാസം ഗർഭിണിയായിരുന്നു. പിന്നീട് കുഞ്ഞിനെ പലയിടത്ത് ഏൽപ്പിച്ചിട്ടാണ് അഖില നൃത്ത പരിപാടിക്ക് പോയത്. കുഞ്ഞിനെ പീഡിപ്പിക്കുന്നതായി അറിഞ്ഞതോടെ അഖിലിന്റെ മാതാപിതാക്കൾ ഏറ്റെടുക്കാൻ തയ്യാറായി. വ്യാഴാഴ്ച കുഞ്ഞിനെ കൈമാറാമെന്നും സമ്മതിച്ചു. പക്ഷേ കിട്ടിയത് ജീവനറ്റ കുഞ്ഞു ശരീരം. അറിഞ്ഞിരുന്നില്ല. കുഞ്ഞുമായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് അവർക്ക് ബന്ധുക്കളായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഫോൺ നമ്പർ നമ്മളിലായിരുന്നു. കുഞ്ഞിൻ്റെ നൂലുകെട്ട് നമ്മളെ അറിയിച്ചില്ല. കൃത്യമായിട്ട് അതിൻ്റെ ഈ നിയമ നടപടികൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നതിനായിട്ട് അതിന് എന്നെക്കൊണ്ട് ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം ഞാൻ ഇതിനോട് കൂടെ ഉണ്ടാവും. വീട്ടകങ്ങളിൽ കുഞ്ഞുങ്ങൾ നേരിടുന്ന പീഡനങ്ങളുടെ ഒടുവിലത്തെ ദുഃഖ പ്രതീകമാവുകയാണ് അർഷിദ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.